കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. വെളിച്ചെണ്ണ വില കൂട്ടാൻ തമിഴ്നാട് ലോബി. ടയർ ലോബിയുടെ ഇടപെടൽ കാരണം റബ്ബറിന്റെ വില കുറഞ്ഞു. ഉത്തരേന്ത്യൻ അന്വേഷണങ്ങൾ ഏലക്ക ഡിമാൻഡ് ഉയർത്തി. തമിഴ്നാട് ലോബി കൊപ്രയെ ഒരു നിശ്ചിത വിലയിൽ പിടിച്ചു നിർത്തി കൈവശമുള്ള വെളിച്ചെണ്ണ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കാൻ ശ്രമം നടത്തി. നീക്കത്തിന് മധ്യവർത്തികളും പങ്കുചേർന്ന് കൊപ്ര പച്ചത്തേങ്ങ വിൽപ്പന നിയന്ത്രിച്ചു. തമിഴ്നാട്ടിലെ മില്ലുകാർ എണ്ണവില ക്വിന്റലിന് 350 രൂപ ഉയർത്തിയെങ്കിലും കൊപ്രയ്ക്ക് 1 രൂപ പോലും വർദ്ധിപ്പിച്ചില്ല. എന്നാൽ കേരളത്തിൽ നാളികേരോൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയായി നീങ്ങിയത് കണ്ട് കാങ്കയത്തെ മില്ലുകാർ 350 രൂപ താഴ്ത്തി പുതിയ കച്ചവടങ്ങൾക്ക് ശ്രമം നടത്തി. കൊച്ചിയിൽ വെളിച്ചെണ്ണ 36,800 രൂപയിൽ വിപണനം നടന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വീണ്ടും മഴമേഘങ്ങൾ സജീവമായത് റബ്ബർ ടാപ്പിംഗ് രംഗത്ത് പ്രതിസന്ധി ഉളവാക്കി. എന്നാൽ മഴമറയിട്ട തോട്ടങ്ങളിൽ പുലർച്ചെ തന്നെ റബ്ബർ വെട്ട് നടന്നു. 4ാം ഗ്രേഡ് റബ്ബർ വില 193 രൂപയിൽ നിന്നും 190ലേക്ക് ടയർ വ്യവസായികൾ ഇടിച്ചത് കാർഷിക മേഖലയെ സമ്മർദ്ദത്തിലാക്കി. നിരക്ക് വീണ്ടും കുറഞ്ഞ് 188 രൂപയായി. നിക്ഷേപകരുടെ തണുപ്പൻ മനോഭാവം മൂലം ഏഷ്യയിലെ പ്രമുഖ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ ഉൽപ്പന്നം മുന്നേറാൻ ക്ലേശിച്ചു. തായ്ലാന്റിൽ അടുത്ത ദിവസങ്ങളിൽ കനത്ത മഴ സാധ്യതകൾ പ്രവചിച്ചിട്ടുണ്ട്. ഇത് റബ്ബർ വെട്ടിന് വീണ്ടും തടസ്സമുളവാക്കുമെന്ന വിലയിരുത്തൽ ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 192 രൂപയിലേക്ക് ഉയർത്തി. ദീപാവലി വരെയുള്ള ബമ്പർ വിൽപ്പന മുന്നിൽ കണ്ട് ഉത്തരേന്ത്യയിലെ വൻകിട സുഗന്ധവ്യഞ്ജന സ്റ്റോക്കിസ്റ്റുകൾ ഏലക്ക വാങ്ങാൻ മത്സരിച്ചു. ലേല കേന്ദ്രങ്ങളിൽ വൻകിടക്കാരുടെ സാന്നിധ്യം ഉൽപാദകർക്ക് ആകർഷകമായ വിലയ്ക്ക് അവസരമൊരുക്കി. ഇടുക്കിയിൽ നടന്ന ലേലത്തിൽ വന്ന 78,733 കിലോ ഏലക്കയിൽ 78,128 കിലോയും വിറ്റഴിഞ്ഞു. മികച്ച ഇനങ്ങൾ കിലോ 3,015 രൂപയിലും ശരാശരി ഇനങ്ങൾ കിലോ 2,575 രൂപയിലുമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഏലത്തിന് അന്വേഷണങ്ങൾ എത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിന്റെ അധിക തീരുവയിൽ വലഞ്ഞ ഇന്ത്യക്ക് ആശ്വാസമായി യൂറോപ്യൻ യൂണിയൻ. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ 20% വർധന. ഇന്ത്യയിൽ നിന്ന് 102 സമുദ്രോൽപ്പന്ന യൂണിറ്റുകൾക്ക് കൂടി യൂറോപ്യൻ യൂണിയൻ അംഗീകാരം നൽകി. ഇതോടെ കയറ്റുമതിയിൽ 20% വർധനയുണ്ടായി. അമേരിക്കയ്ക്ക് ശേഷം ഇന്ത്യയുടെ 2ാമത്തെ വലിയ സമുദ്രോൽപ്പന്ന കയറ്റുമതി കേന്ദ്രമായി മാറുകയാണ് യൂറോപ്യൻ യൂണിയൻ. ഇതോടെ മൊത്തം 604 ഇന്ത്യൻ സമുദ്രോൽപ്പന്ന വിഭാഗങ്ങളാണ് യൂറോപ്യൻ യൂണിയന്റെ പട്ടികയിലുള്ളത്. അമേരിക്കയുടെ അധിക തീരുവ അടക്കം 50% തീരുവ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ചെമ്മീൻ കയറ്റുമതിക്ക് പുതിയ വിപണികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരെ 100% തീരുവ ചുമത്തണമെന്നാണ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2024-25 ഇന്ത്യയുടെ ചെമ്മീൻ കയറ്റുമതി ആകെ $4.88 ബില്യൺ ആയിരുന്നു. ഇത് മൊത്തം സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ 66% വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ സഹകരണ മേഖലയിലെ കാർഷിക കയറ്റുമതി ഉയർത്തും. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ ആഗോള വിപണി സ്ഥാനം ശക്തിപ്പെടുത്തുകയാണ് ഈ സഹകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. നാഷണൽ കോഓപ്പറേറ്റീവ് എക്സ്പോർട്സും അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെന്റും ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സഹകരണ മേഖലയിലുടനീളം കയറ്റുമതി സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിന് ശേഷി വർദ്ധിപ്പിക്കൽ, ഗുണനിലവാരം ഉറപ്പാക്കൽ, അടിസ്ഥാന സൗകര്യ പിന്തുണ, വിപണി തന്ത്രങ്ങൾ എന്നിവയിൽ ഈ സഹകരണം ശ്രദ്ധ കേന്ദ്രീകരിക്കും. പുതിയതായി ആരംഭിച്ച ദേശീയ സഹകരണ നയത്തിന്റെ ലക്ഷ്യങ്ങൾക്കനുസൃതമായി അന്താരാഷ്ട്ര വിപണികളിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര സഹകരണ വകുപ്പ് സെക്രട്ടറി ആശിഷ് കുമാർ ഫൂട്ടാനി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗുണമേന്മ കൂടുതലുള്ള കോത്തഗിരി വെളുത്തുള്ളിക്ക് വൻ വിലയിടിവ്. കിലോയ്ക്ക് 300 രൂപ വരെ കിട്ടിയിരുന്നിടത്ത് നിലവിൽ 180 രൂപയാണ് വില. വെളുത്തുള്ളിക്ക് പുറം വിപണിയിൽ വൻ ഡിമാൻഡാണ്. സവാള വിലയിലും ഇടിവുണ്ടായിട്ടുണ്ട്. കിലോയ്ക്ക് 50 രൂപ വരെ ഉണ്ടായിരുന്ന സവാളയ്ക്ക് ഇപ്പോൾ കിലോയ്ക്ക് 20 രൂപയാണ് വില. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 191, RSS 5 188, ലാറ്റക്സ് 131. ജാതിക്ക 300, ജാതി പത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 790, അടയ്ക്ക 280, കാപ്പിക്കുരു 265, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾഡ് 70,900, കുരുമുളക് അൺഗാർബിൾഡ് 68,900, ഏലക്ക 2100 മുതൽ 2200 വരെ, വെളിച്ചെണ്ണ 36,800, കൊപ്ര
23,800. ചുക്ക് 24,000.